നീ എന്താ വെറുതെ നോക്കുന്നത്? ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. 13-ാം വാക്യത്തിലും ആ പദപ്രയോഗമുണ്ട്. കർത്താവേ, നീ വെറുതെ നോക്കുന്നത് എന്ത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനായ ഹബക്കൂക്കിന്റെ അഭിപ്രായത്തിൽ ദൈവജനത്തിന്റെ കഷ്ടത കണ്ടും ദേശത്തിൽ ജനം തകർക്കപ്പെടുന്നത് കണ്ടും ആരാധനകൾ നഷ്ടപ്പെടുന്നത് കണ്ടും ദൈവം വെറുതെ ഇരിക്കുകയാണ്. സിംഹാസനസ്ഥനായി പ്രവർത്തിക്കാതെ ചലിക്കാതെ നോക്കാതെ ഇരിക്കുന്ന ദൈവം വെറുതെ നോക്കുന്നത് എന്ത് എന്ന് വെച്ചാൽ, നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോക്കുന്നുണ്ട്, നോക്കുന്നില്ലയോ എന്ന് ചോദിച്ചാൽ നോക്കുന്നില്ല. ആ ഒരു രീതിയിൽ ദൈവം ഇരിക്കുക. 1-ാം അധ്യായത്തിലെ തന്റെ ചോദ്യങ്ങൾ, ദൈവസന്നിധിയിലുള്ള തന്റെ സങ്കടങ്ങൾ, പ്രവർത്തിക്കാത്ത ചലിക്കാത്ത ദൈവത്തെ കുറിച്ചുള്ള ആക്ഷേപവാക്കുകളാണ്. 1-ാം അധ്യായം തന്റെ സങ്കടമാണ്. 1-ാം അധ്യായത്തിലെ സങ്കടത്തിന് 2-ാം അധ്യായത്തിൽ ദൈവം ശക്തവും വ്യക്തവുമായ ഉത്തരം കൊടുക്കുന്നു. 1-ാം അധ്യായം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ കാണുന്നത് 1-ാം ഘട്ടമായ തന്റെ കംപ്ലൈന്റ്സ്. കർത്താവിന്റെ സന്നിധിയിൽ താൻ ഇങ്ങനെ കംപ്ലൈന്റ്സ് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട, ഞാൻ കൽദയ ജാതിയെ ഉണർത്താൻ പോകുകയാണ്. ബാബിലോണിയ ശക്തിയെ ഉണർത്തി അവരെ എന്റെ ന്യായവിധിയുടെ കോലായി ഉപയോഗിച്ച് അവരെ കൊണ്ട് രാജ്യത്തിന്റെ ജനത്തെ അടിക്കാൻ പോകുകയാണ്. ഇത് കേട്ടപ്പോൾ ഹബക്കൂക്കിന് ഒന്നുകൂടെ ദേഷ്യം കൂടി. അതന്നെ കർത്താവ്, നീ അങ്ങനെ പറയുന്നത്? ദൈവജനം തെറ്റുകാരാകുമ്പോൾ ലോകത്തിലുള്ള ഒരു ജാതീയ രാഷ്ട്രത്തെ കുറിച്ച് കൊണ്ട് അവരെ നീ ശിക്ഷിക്കുകയോ? അവൻ പിന്നെയും കയർത്ത് സംസാരിക്കുവാൻ തുടങ്ങി. ചില വാക്യങ്ങൾ കേട്ടാൽ വളരെ രസകരമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ച വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഇതുപോലെ പിറുപിറുക്കുന്നവരാ, ചോദ്യം ചോദിക്കുന്നവരാ. എന്താ പ്രവർത്തിക്കാത്തത്? എനിക്ക് മാത്രം എന്താ ഈ കുഴപ്പം? എന്റെ വീട്ടിൽ മാത്രം എന്താ വിഷയം? എന്റെ ജോലി മാത്രം എന്താ ഈ തടസ്സം? അതിനകത്ത് ഒരു വാക്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. കർത്താവേ, നീ പുരാതനമായ ദൈവമാ, ഞങ്ങൾ മരിക്കുകയില്ല. വായിക്കാൻ സമയമില്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. പറയുന്ന നോക്കി, വളരെ എക്സൈറ്റഡ് ആയി പറയാ, കർത്താവേ, നീ പുരാതനനായ ദൈവമാണ്. ആ വാക്ക് കേട്ട ഇപ്പൊ കർത്താവിനെ ഗ്ലോറി ചെയ്യാൻ തോന്നും. പക്ഷെ താൻ അടുത്ത വാക്യത്തിൽ പറയാ, ഞങ്ങൾ മരിക്കത്തില്ല എന്ന് വെച്ചാൽ, കൽദയ ജാതിയെ കൊണ്ട് നീ ഞങ്ങളെ അടിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല, അത് ശരിയല്ല. ലോകത്തിലെ ഒരു ജാതിയെ ഉപയോഗിച്ച് ദൈവജനത്തെ ശിക്ഷിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് കയർത്ത് സംസാരിക്കുന്നു. അവിടെ ദൈവം പറയുന്നില്ല, അപേക്ഷ ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഈ കൽദയ ജാതിയെ ഞാൻ ഉപയോഗിച്ചാലും ദൈവജനത്തെ ശിക്ഷിച്ച് അവർ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ അടിച്ച കൽദയ വടിയെ ഞാൻ ഒടിച്ചു കളയും. അത് കേട്ടപ്പോൾ നമുക്ക് കൊള്ളാം, ഞങ്ങളെ ശിക്ഷിച്ചാൽ അവരെ നീ തകർക്കുമല്ലോ. അവൻ ആശ്വാസമായി. പിന്നെയും ചോദ്യങ്ങൾ, പിന്നെയും തർക്കങ്ങൾ. 1-ാം അധ്യായം നിറയെ സങ്കടങ്ങൾ. 1-ാം അധ്യായത്തിലെ സങ്കടത്തിന് വ്യക്തവും ശക്തവുമായ ഉത്തരം 2-ാം അധ്യായത്തിൽ കിട്ടിയപ്പോൾ 1-ാം അധ്യായത്തിലെ സങ്കടത്തെ 3-ാം അധ്യായത്തിൽ താൻ സംഗീതമാക്കി മാറ്റുകയാണ്. അഥവാ മനസ്സിലായി? 3 അധ്യായം. 1-ാം അധ്യായം സങ്കടം, 2-ാം അധ്യായം സ്വാന്തനം, 3-ാം അധ്യായം സംഗീതം. 1-ാം അധ്യായം പിറുപിറുപ്പ്, 2-ാം അധ്യായം അതിനുള്ള ഉത്തരം, 3-ാം അധ്യായം പാട്ട്. 1-ാം അധ്യായം വേദനയുടെ അധ്യായം, 2-ാം അധ്യായം ദൈവത്തിന്റെ ഉത്തരങ്ങളുടെ അധ്യായം, 3-ാം അധ്യായം ദൈവസന്നിധിയിൽ ആഹ്ലാദം താൻ പ്രകടിപ്പിക്കുക. ഇത് ജീവിതത്തിന്റെ 3 ഭാഗങ്ങളെയാ കാണിക്കുന്നത്. ഒരു ദൈവഭക്തന്റെ ജീവിതത്തിലെ 3 അവസ്ഥകൾ. 1, പിറുപിറുപ്പിന്റെ, മർമറിങ്ങിന്റെ, ദൈവസന്നിധികൾ ചോദ്യം ചോദിക്കുന്ന 1-ാം ഭാഗം. 2, ദൈവം നിന്നോട് സംസാരിക്കുന്ന, ദൈവം നിന്നോട് ഇടപെടുന്ന, നിന്റെ ജീവിതത്തോട്, നിന്റെ കുടുംബത്തോട്, മനസ്സിനോട്, ഹൃദയങ്ങളോട് ഇടപെടുന്ന അനുഭവം. 3, അങ്ങനെ വിടുതൽ പ്രാപിക്കപ്പെടുമ്പോൾ ദൈവത്തെ പാടി ആരാധിക്കുന്ന ഭാഗം. അപ്പൊ ഈ 3-ാം അധ്യായത്തിലെ അനുഭവം ഇന്ന് പകൽക്കാലം പ്രാപിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് കടന്നു പോകാൻ. 1-ാം അധ്യായത്തിൽ നിറയെ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, 1-ാം അധ്യായം വെളിപ്പെടുത്തുന്നത് ചലനരഹിതനായ ദൈവം. ചലിക്കുന്നില്ല, വെറുതെ നോക്കുന്നു, വെറുതെ ഇരിക്കുന്നു, കൈകെട്ടിയിരിക്കുന്നു, പ്രവർത്തിക്കുന്നില്ല, രക്ഷിക്കുന്നില്ല, നോക്കുന്നില്ല, കരം നീട്ടുന്നില്ല, ചലിക്കാത്ത ദൈവം. 2-ാം അധ്യായത്തിൽ ശക്തമായ ഉത്തരം ദൈവാത്മാവ് കൊടുക്കുകയാണ്. 2-ാം അധ്യായം 2-ാം വാക്യം തുടങ്ങി നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഓരോ വാക്കുകൾ പറഞ്ഞ് ഹബക്കൂക്കിനെ ശക്തീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. 1-ാം അധ്യായത്തിലെ അക്കമിട്ട് എണ്ണി നിരത്തിയ ചോദ്യങ്ങൾക്ക് അതുപോലെ അക്കമിട്ട് എണ്ണി നിരത്തുന്നത് പോലെ ഉത്തരങ്ങൾ ദൈവാത്മാവ് കൊടുക്കുക. വായിക്കാം 2-ാം അധ്യായം 2-ാം വാക്യം. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക. വാക്യം ശ്രദ്ധിക്കുക. യഹോവ എന്നോട് ഉത്തരം അരുളിയത് എന്നാ? നീ ദർശനം എഴുതുക. എഴുതുക.
വേദ വചനം നമ്മൾ പഠിക്കുമ്പോൾ അനവധി പ്രവാചകന്മാർ എഴുന്നേറ്റിട്ടുണ്ട്, അനവധി ദൈവദാസന്മാർ എഴുന്നേറ്റിട്ടുണ്ട്. ഓരോ ദൈവദാസന്മാരോടും ദൈവം ഇടപെട്ടത് വ്യത്യസ്തങ്ങളായ രീതിയിലാണ്. നമ്മളോടും അങ്ങനെ തന്നെയാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് ഇടപെടുന്ന രീതിയിലല്ല തൊട്ടടുത്തിരിക്കുന്ന ആളോട് ഇടപെടുന്നത്. പാസ്റ്ററോട് സംസാരിക്കുന്ന രീതിയിലല്ല എന്നോട് സംസാരിക്കുന്നത്. അടുത്തിരിക്കുന്ന സഹോദരിയോട് ഇടപെടുന്ന രീതിയിലല്ല നിങ്ങളോട് ഇടപെടുന്നത്. കർത്താവ് ഓരോരുത്തരോടും ഇടപെടുന്നത് വ്യത്യസ്തങ്ങളായ രീതിയിലാണ്. പല രീതിയിൽ കർത്താവ് സംസാരിക്കും, പല രീതിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കാനിടയാണ്. ചിലരോട് വചനത്തിലൂടെ സംസാരിക്കും. വചനത്തിലൂടെ സംസാരിക്കുന്ന ദൈവകൃപ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നവര്. കർത്താവിനോട് വചനത്തിലൂടെ ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. കർത്താവിന്റെ സന്നിധിയിൽ പലപ്പോഴും എന്നോട് കർത്താവ് സംസാരിച്ചതൊക്കെ വചനത്തിലൂടെ. ബൈബിൾ പിടിച്ചു നോക്ക്, ഓരോ ദൈവദാസന്മാരോട് വ്യത്യസ്ത രീതി, അവരുടെ പ്രവചന ശൈലി തന്നെ വ്യത്യസ്തമാണ്. ചിലർ പറയുന്നു യഹോവയുടെ അരുളപ്പാടാവിത്, അങ്ങനെ ചിലർ തുടങ്ങുന്നു. ചിലർ പറയുന്നു ഇസ്രായേലിനോട് ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുന്ന അരുളപ്പാട്. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദർശനം നീ കാണുക. സക്കരിയ പ്രവചനം വളരെ രസകരമാണ്. പഠിക്കുന്ന വിശ്വാസിക്ക് വളരെ സന്തോഷം തരുന്ന, പലതരത്തിലുള്ള ആനന്ദം തരുന്ന ഭാഗങ്ങൾ സക്കരിയ പ്രവചനത്തിലുണ്ട്. കാരണം സക്കരിയാവിന്റെ പ്രൊഫസിയുടെ സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒറക്കിൾസിലൂടെയാ ദൈവാത്മാവ് സക്കരിയാവിനോട് സംസാരിച്ചത്. അഥവാ ഇപ്പോൾ ദൈവം ഒരു ദൂതനെ ഒരു പർട്ടിക്കുലർ ടൈമില് സക്കരിയാവിനോട് അടുത്ത് അയച്ചിട്ട്, അല്ലയോ സക്കരിയാവേ നീ എന്നെ കാണുന്നു എന്ന് ചോദിക്കുന്നു. ഉടനെ സക്കരിയ പറയുന്നു ഞാൻ ഇന്ന കാഴ്ചകൾ കണ്ടു, ഇന്ന ഒറക്കിൾസ് കണ്ടു. എന്നിട്ട് ദൂതൻ ചോദിക്കുന്നു നിനക്ക് വല്ലതും മനസ്സിലായോ? ഉടനെ സക്കരിയ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല. ഉടനെ ദൂതൻ തന്നെ അവൻ കണ്ട കാഴ്ചയുടെ പൊരുളുകൾ പാർട്ട് ബൈ പാർട്ടായി ഓരോന്നായി വേർതിരിച്ചു കൊടുക്കുന്നു. സക്കരിയ പ്രവചനം നമ്മളെ ശക്തീകരിക്കുന്ന ഒരു വാക്യമാണ്, നോട്ട് ബൈ മൈറ്റ് നോട്ട് ബൈ പവർ ബട്ട് ബൈ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ്. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനകത്ത്. ആ പ്രവചന ഭാഗം നിങ്ങൾ ഓർത്തെ. അവിടെ എന്നാ സംഭവിച്ചത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അവിടെ ദൈവത്തിന്റെ ആത്മാവ് സക്കരിയാവിനെ കാണിച്ചത് ഒരു ഗോൾഡൻ ലാമ്പ് സ്റ്റാൻഡാണ്, ഒരു സ്വർണ്ണ നിലവിളക്ക് തണ്ട്. അത് കാണിച്ചിട്ടാ സംസാരിച്ചത്. എന്നിട്ട് അതിന്റെ പാർട്ട് ബൈ പാർട്ടായിട്ട് അതിന്റെ ചാനലുകൾ, അതിന്റെ വിളക്കുകൾ, അതിന്റെ വിളക്ക് തണ്ട്, അതിന്മേലുള്ള കുടം, ഇങ്ങനെ ഓരോന്ന്, അതിന്റെ സൈഡിലുള്ള ഒരു മരം, ഇതെല്ലാം കാണിച്ച് അതിനെ നന്നായി വേർതിരിച്ച് മനസ്സിലാക്കിയ ശേഷമാണ് പറയുന്നത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാലാണ്. ഈ ഒരു ഇടപെടൽ അഥവാ ദൈവം ആ ദൈവദാസനോട് സംസാരിച്ച ഇടപെടൽ മറ്റൊരു ദൈവദാസന്മാരോട് ഇടപെട്ടിട്ടില്ല. ഇപ്പൊ ഹബക്കൂക്കിനോട് സംസാരിക്കുന്ന നോക്കി ദൈവത്തിന്റെ ആത്മാവ് എന്നാ പറയുന്നത്? ദർശനം എഴുതുക. ബൈബിൾ പഠിച്ചു നോക്കുക. മറ്റ് ഒരു ദൈവദാസന്മാരോടും പറയാത്ത ഒരു കാര്യം ഹബക്കൂക്കിനോട് ദൈവത്തിന്റെ ആത്മാവ് ആവശ്യപ്പെടുകയാണ്. ഹബക്കൂക്കേ, നീ ദർശനം കാണാനല്ല പറയുന്നേ, നീ ദർശനം എഴുതുക. നീ കണ്ടതു മതി. എന്ത് നീ കണ്ടോ അത് നീ എഴുതുക. ഒന്നാം അധ്യായത്തിലെ ഹബക്കൂക്കിന്റെ സങ്കടങ്ങൾ നിങ്ങൾ കേട്ടോ. വലിയ ദൈവദാസന, വിളികേട്ടിറങ്ങി തിരിച്ചവനാ, ഒത്തിരി പ്രവചന ശബ്ദങ്ങൾ കേട്ടവനാ, അനേകരോട് ദൈവാലോചന അറിയിച്ചവനാ, ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ നാവായി, ദൈവത്തിന്റെ ടങ്ങായി നിൽക്കപ്പെടുകയാണ്. എല്ലാം ശരി തന്നെ. പക്ഷേ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലെത്തിയപ്പോൾ ഇതെല്ലാം മറന്നു. കർത്താവേ, നീ എന്താ പ്രവർത്തിക്കാത്ത, നീ എന്താ രക്ഷിക്കാത്ത, നീ എന്താ കരം നീട്ടാത്ത, ഇങ്ങനെ പറഞ്ഞ് പഴയ ദർശനങ്ങളെ മറന്നുപോയ ഹബക്കൂക്കിനോട് ദൈവം പറയുകയാ, ഇനി നീ കണ്ടത് മതി, നീ കണ്ട ദർശനത്തെ എഴുതുക. എന്തിനെഴുതണം? ആ വാക്യത്തിൽ തന്നെ അതിന് ഒന്നാമത്തെ വ്യാഖ്യാനമുണ്ട്. എന്തുകൊണ്ട് ദർശനം എഴുതണം? അടുത്ത വാക്യം നോക്കിക്കാട്ടെ. ഓടിച്ച് വായിക്കുവാൻ തക്കവണ്ണം. ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം. Please read in English. And make it plain on the tablets so that a herald can run with it. Where translation? Oh, sorry, version. Can you read it? Write the vision and make it plain upon tables that he may run that readeth it. He may run that read it. തമിഴ് ബൈബിൾ ആരുടെ കയ്യിലുണ്ടോ? ഇല്ല. ഐ എം സോറി. ഓക്കെ, തമിഴ് ബൈബിൾ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ഓടി പോകുന്നവർ വായിക്കത്തക്കവണ്ണം. എന്നെ ഒത്തിരി ചലഞ്ച് ചെയ്തു ഈ ഓരോ ഭാഗങ്ങൾ കേട്ടപ്പോൾ. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഡിഫറെന്റ് ലാംഗ്വേജ് വെച്ച് പഠിക്കാം കേട്ടോ. അതിനകത്ത് ഓരോ മെസ്സേജ് നമുക്ക് കിട്ടും. മലയാളം ബൈബിൾ കൊടുത്തിരിക്കുന്നതിന് ഓടിച്ച് വായിക്കാൻ തക്കവണ്ണം എന്ന് വെച്ചാൽ it should be a catching title. Okay. ഏതെങ്കിലും ഒരു പ്രത്യേക അതാണ് ഫയർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും അല്ലേ? ആ ബോക്സ് അവിടെ ഇരിക്കുന്നവരെ മാത്രം കുറച്ച് കാണുവാൻ കഴിയത്തില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫയർ എക്സിറ്റ്. അതിന്റെ പ്രത്യേകത എന്താ? നല്ല വടിമൊത്ത അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഉദ്ദേശം ഏതൊരു പോയിന്റിൽ ഒരാൾ നിൽക്കപ്പെട്ടാലും ആ സൈൻ ബോർഡ് കാണുവാൻ കഴിയും. ഒന്നുകൂടെ വായിച്ചു നോക്കി. ഓടിച്ച് വായിക്കുവാൻ തക്കവണ്ണം തെളിവായി പലകയിന്മേൽ അത് എഴുതാനല്ല. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എത്രമാത്രം ആ ചുട്ട
ശ്രദ്ധയോടെ അത് എഴുതാൻ പറ്റുമോ അതുപോലെ നീ അത് എഴുതി വെക്കുക. എന്തിന്? ഹബക്കൂക്കേ, നിന്നെ ഞാൻ കാണിക്കുന്ന ദർശനം അത് നിന്റേത് മാത്രമല്ല, ആയിരങ്ങൾക്ക് പ്രയോജനപ്പെടാനുണ്ട്. 1-ാം അധ്യായത്തിലെ ഹബക്കൂക്കിന്റെ സങ്കടങ്ങൾ, നിലവിളികൾ, തന്റെ പരാതി പറച്ചിലുകൾ, തന്റെ ചോദ്യങ്ങൾ ദൈവം മനസ്സിലാക്കി. ഇത് ഹബക്കൂക്കിന്റെ മാത്രമല്ല, ഒരു ദേശത്തിന്റെ മൊത്തം ചോദ്യമാണ്. അതുകൊണ്ട് ഹബക്കൂക്കിനോട് പറയുക, ഞാൻ തിരക്കുന്ന ദർശനം നിന്റേതായി ഒതുങ്ങപ്പെടാതെ അത് എഴുതി വെക്ക്. ആയിരങ്ങൾ വായിച്ച് അതിൽ വിടുതൽ പ്രാപിക്കപ്പെടാൻ പോകുന്നു. എത്ര പേരത് വിശ്വസിക്കുന്നു? തമിഴ് ബൈബിൾ കണ്ടു വേറൊരു ട്രാൻസ്ലേഷൻ നമ്മൾ ഇപ്പോൾ വായിച്ചു കിട്ടും. ഒരാൾ ഓടിപ്പോയാൽ പോലും അത് വായിക്കണം. ഓടിപ്പോകുന്ന തിരക്ക് പിടിച്ച കഷ്ടതകളുടെ നടുവിൽ ചോദ്യം ഉത്തരം കിട്ടാതെ അടുത്ത വഴി ഏതെന്നറിയാതെ പ്രയാസപ്പെട്ട് ജീവൻ മരണ പോരാട്ടത്തിന് നടുവിൽ ഒരുവൻ ഓടി ഒളിക്കാൻ ശ്രമിച്ചാലും ഓടിപ്പോകുന്ന കൂട്ടത്തിലും ഈ ദർശനം വായിച്ചിട്ട് പോകാം. നെക്സ്റ്റ് 3-ാമത്തെ വ്യാഖ്യാനം, എന്ന് വെച്ചാൽ ഹെറാൾഡ് എന്ന് വെച്ചാൽ എന്താ? വചനവാഹി, ദൂതുവാഹി. ഹെറാൾഡ് ഒരു ബോട്ടിനകത്ത് ഈ ദർശനം കൊണ്ട് എഴുതിയിട്ട് ഇങ്ങനെ ഓടി അവൻ അതുകൊണ്ട് പോയാലും നാട്ടുകാർ മൊത്തം അവൻ എഴുതി വെച്ചിരിക്കുന്ന ദർശനം വായിക്കണം. എത്ര പേർ മനസ്സിലാക്കണം? ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് സഭയിലുള്ള വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത് പഴയ കാണപ്പെട്ട ദർശനങ്ങളെ മറന്നുപോകാനല്ല, നീ എഴുതി വെക്ക്. അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ദർശനം എഴുത്. പദപ്രയോഗം ശ്രദ്ധിച്ചോ? കുനുകുന എന്ന് ചെറുതായി എഴുതാനല്ല പറഞ്ഞത്, വലുതായി എഴുതുക. വലുതായി എഴുതുക. എന്തോ ദൈവപ്രവൃത്തി അതിൽ വെളിപ്പെടാനുണ്ട്. ഇനി അതിന്റെ 2-ാമത്തെ വ്യാഖ്യാനത്തിലേക്ക് ഞാൻ വരിക. എന്തിനാ എഴുതുന്നത്? നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല മാതാവ് നല്ല പിതാവാണെങ്കിൽ പറയും, മോനെ നീ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാതെ ഒരു പ്രാവശ്യം എഴുതി പഠിക്കും. അങ്ങനെ പറയുന്ന പേരൻസിനായി മാത്രം. എന്നാൽ ലക്കി ഓർ അൺലക്കി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ മാർക്സ് വരെ വായിച്ചാ പഠിക്കുന്നത്. മനസ്സിലായി? ഓക്കെ. അപ്പം എഴുതുന്ന ഉദ്ദേശം എന്നാ? നമ്മൾ വലിയൊരു പ്രോസസ്സിൽ ഏർപ്പെടുക അല്ലേ? നമ്മുടെ ഞാടി നരമ്പുകൾ, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയം, നമ്മുടെ മസ്തിഷ്കം എല്ലാം കൂടെ ചേർന്ന് ഈ പ്രോസസ്സിൽ ഏർപ്പെടുന്നതോടുകൂടെ ഈ എഴുതപ്പെട്ട വടിവൊത്ത അക്ഷരങ്ങൾ മനസ്സിലേക്ക് തറവാകുകയാണ്, അത് ഹൃദ്യസ്ഥമാക്കുകയാണ്. ഒരിക്കൽ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, അറിയാം, അതൊരിക്കലും മറക്കുവാൻ സാധ്യമല്ല. എന്ന് വെച്ചാൽ ഈ എഴുതുക എന്ന പ്രോസസ്സിലൂടെ ഞാൻ എഴുതിയത് എന്താണോ അത് എന്റേതായി മാറ്റപ്പെടുകയാണ്. ഹബക്കൂക്കേ, ഞാൻ നിനക്ക് ഒത്തിരി ദർശനം തന്നു, ഒത്തിരി വെളിപ്പാട് തന്നു, ഒത്തിരി പ്രവചനം തന്നു, അതെല്ലാം നീ കേട്ടു, അതെല്ലാം നീ വിളിച്ചു പറഞ്ഞു. പക്ഷേ നിറവേറപ്പെടാത്ത ദർശനത്തെ ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്ന നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നത് ആ ദർശനം നിന്റേതാകാൻ നീ അത് എഴുതി വെക്ക. എത്ര വിശ്വസിക്കുന്നു? 3-ാമത്തെ വ്യാഖ്യാനം. ഇന്ന് പകൽക്കാലം ഞാൻ ഇങ്ങനെ കൂട്ടായ്മയ്ക്കായി ആരാധനയ്ക്കായി കടന്നു വരിക. ഞാൻ ആ ഡോർ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ബ്രദറിൻ്റെ അടുത്ത് ഞാൻ പറയുന്നു, മീറ്റിംഗ് കഴിഞ്ഞ് മെസ്സേജൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ ഞാൻ നിനക്ക് 1000 പൗണ്ട് തരും. പുള്ളി ഭയങ്കര സന്തോഷമായി, ഹാപ്പിയായി. ഒന്നാമത്തെ ക്രെഡിറ്റ് ക്രഞ്ച്, അതിൻ്റെ കൂടെ 1000 പൗണ്ട് ആരാധന എഴുതി കിട്ടാൻ പോകുകയാണ്. അപ്പോൾ ആ സ്പിരിറ്റിൽ അവൻ്റെ പ്രാർത്ഥനയെ സ്വത്രമൊക്കെ കേട്ടാൽ അറിയാം അതിനകത്തൊരു വിലയുണ്ട്, അതിന് വെയിറ്റ് ഇട്ടുള്ള സ്വത്രമൊക്കെയാണ്. കാര്യം 1000 പൗണ്ട് കിട്ടാൻ പോകുകയാണ്. സന്തോഷമുണ്ട്. മെസ്സേജൊക്കെ കഴിഞ്ഞു, ആസ്വാദമൊക്കെ കഴിഞ്ഞു. ഞാൻ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ പുള്ളി ഇങ്ങനെ നോക്കി ഒന്ന് തോളത്ത് കെട്ടി. പാസ്റ്റർ ഞാൻ ചോദിച്ചാൽ പൈസ തരാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഏത് പൈസ? അത് 1000 പൗണ്ട് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ തമ്മിൽ തർക്കമായി, ഞങ്ങൾ തമ്മിൽ വാദമായി. നിങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുന്നു, കൂടി വന്ന് ചോദിക്കുന്നത് എന്നാ പാസ്റ്റർ, എന്നാ ബ്രദറിനോട് ചോദിക്കുന്നത് എന്നാ പറ്റി, എന്നാ വിശേഷം? ഉടനെ ആ ബ്രദർ പറഞ്ഞു, ഈ പാസ്റ്റർ മീറ്റിങ്ങിന് വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ആ മെസ്സേജ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോകുമ്പോൾ 1000 പൗണ്ട് തരാം. ഇപ്പൊ താൻ പറയുന്നു എനിക്ക് തിരിക്കത്തില്ല, താനത് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി, പാസ്റ്റർ ശരിയാണോ? ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനത് തുടങ്ങനെ സംസാരിച്ചിട്ടില്ല. ഞാൻ എത്ര വലിയ കള്ളം പറഞ്ഞാലും ഒരു ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങൾ എന്റെ പക്ഷത്ത് നിൽക്കും. കാര്യം തെളിവില്ലല്ലോ. ഓക്കെ. എന്നാൽ ഇതിന് പകരം ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പിട്ട് ഞാൻ ആ പർട്ടിക്കുലർ ബ്രദറിനെ കണ്ടിട്ട് ഒരു പേപ്പറിനകത്ത് 1000 പൗണ്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് തരും, അണ്ടർസൈൻ ഒരു പേപ്പർ തന്നെ ഏൽപ്പിക്കുക. അപ്പൊ ഈ പേപ്പറൊക്കെ പോക്കറ്റ് ഇട്ടോണ്ട് അതാണ് പിടിക്കുന്നത്. സ്വതം ആരാധനയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തപ്പി നോക്കുന്നുണ്ട്. കാര്യം അതിനൊരു വിലയുണ്ട്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോ പുള്ളി വാതൊക്കെ വെയിറ്റ് ചെയ്യുക. പാസ്റ്റർ ഞാൻ ചോദിച്ചു എന്നാ 1000 പൗണ്ട്? ഞാൻ ചോദിച്ചു ഏത് 1000 പൗണ്ട്? താൻ പറഞ്ഞ പാസ്റ്ററിനോട് പറഞ്ഞില്ലേ 1000 പൗണ്ട് തരാം. ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല. ഉടനെ നിങ്ങളെല്ലാവരും കൂടി വരുന്നു. ഈ അത്ര കൃപയുള്ള ദൈവദാസനാണെങ്കിലും തന്റെ കയ്യിൽ തെളിവുള്ള ഒരു കാര്യം ഇരിപ്പുണ്ട്. താൻ ആ പേപ്പർ എടുത്ത് കാണിക്കഴിഞ്ഞാൽ ആരും എന്റെ കൂടെ നിൽക്കത്തില്ല. എന്താ മനസ്സിലായി?
എഴുതപ്പെട്ടാൽ അത് നിയമമാണ്. മനസ്സിലാക്കുന്നത്, എഴുതപ്പെട്ടാൽ അത് നിയമമാണ്. അതിൽ നിന്ന് മാറിപ്പോകുവാൻ ദൈവത്തിന് പോലും സാധ്യമല്ല. എത്ര പേരുണ്ട് ദർശനം എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ? എത്ര പേരുണ്ട് ദൈവിക സന്നിധിയിലെ പ്രയർ റിക്വസ്റ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നവർ? എഴുതി വെച്ച് പ്രാർത്ഥിച്ചു നോക്കാൻ ദൈവപ്രവൃത്തി വേഗത്തിലാണ് വെളിപ്പെടുന്നത്. ഹബക്കൂക്കേ, കണ്ടത് മതി, നീ എഴുതുക. ഞാൻ ഈ മെസ്സേജ് രൂപപ്പെടുത്തുന്നതിന് മുമ്പ്, കർത്താവിനോട് ഈ വചനം സംസാരിക്കുന്നതിന് മുമ്പ്, ഇതിന് ആധാരമായ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ ഒരിക്കലും തമിഴ്നാട്ടിൽ കുലശേഖരം എന്ന് പറയുന്ന സ്ഥലത്ത്, പേച്ചിപ്പാറയ്ക്കടുത്ത ഒരു സ്ഥലത്ത് ഞാനൊരു കൺവെൻഷൻ പോയി. അന്ന് രാത്രിയിൽ എനിക്ക് അവർ വിശ്രമം ഒരുക്കിയിരുന്നത് അവിടെ വന്ന് താമസിക്കുന്ന റബ്ബർ വെട്ടുകാരനായ ഒരു മലയാളിയുടെ വീട്ടിൽ, ഒരു പാവപ്പെട്ട കുടുംബം. പാസ്റ്ററല്ലേ, മലയാളി പാസ്റ്ററല്ലേ, അപ്പോൾ മലയാളി കുടുംബത്തോടൊപ്പം താമസിക്കട്ടെ എന്ന് പറഞ്ഞ് കരുതി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം. മീറ്റിംഗ് കഴിഞ്ഞ് വളരെ ടയർഡായിട്ട്, വളരെ ക്ഷീണിച്ച്, ആഹാരമൊക്കെ കഴിഞ്ഞ് ബെഡ് ഇപ്പം കണ്ടാൽ ഉറങ്ങും. ആ പരുവത്തിൽ ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ ചെന്നപ്പോൾ കണ്ട ഒരു ചെറിയ കൂടില്ല, ഒരൊറ്റ ബെഡ്റൂമേ ഉള്ളൂ, പിന്നെ ഒരു ചെരിപ്പുണ്ട്. അവിടെ അപ്പനും അമ്മയുണ്ട്, 2 മക്കളുണ്ട്, ഒരു മോനും ഒരു മോളുമുണ്ട്, എല്ലാം പ്രായപൂർത്തിയായ കുട്ടികൾ. ഇവർ 4 പേരൂടെ കൂടി ചരിപ്പിറങ്ങി കിടന്നിട്ട് എനിക്ക് ആ ബെഡ്റൂം തന്നു. ഞാൻ സന്തോഷത്തോടെ ബെഡ്റൂമിൽ പ്രവേശിച്ചു. ഇപ്പോൾ ഉറങ്ങും, ആ പരുവത്തിൽ ക്ഷീണിച്ചിരിക്കുക. ഞാൻ അങ്ങോട്ട് ചെന്നു. ലൈറ്റ് ഓഫ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ആ ഭിത്തിയിൽ എൻ്റെ കാഴ്ച കണ്ണുകൾ ഉടക്കി. ഞാൻ നോക്കിയപ്പോൾ A4 സൈസ് പേപ്പറുകളിൽ എന്തോ എഴുതി, ഇങ്ങനെ സ്കെച്ച് പെൻ കൊണ്ട് എഴുതി ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നു. അപ്പോൾ സർവ്വസാധാരണമാണ് തമിഴ്നാട്ടിലെ സഹോദരങ്ങൾക്ക്, തമിഴ്നാട്ടിലെ വിശ്വാസികൾക്ക് വചനത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് അവരുടെ വീടൊക്കെ വാക്യം എഴുതി അലങ്കരിക്കാറുണ്ട്. നല്ല രസമായിട്ട് കാണും. അപ്പം ഞാൻ വിചാരിച്ചു ബൈബിളിലെ വാക്യങ്ങളായിരിക്കുമല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ഞാൻ ആ ഭിത്തിയുടെ സൈഡിലോട്ട് ചെന്നപ്പോൾ ആ ഭിത്തിയിൽ എഴുതി വെച്ചിരുന്ന A4 സൈസ് പേപ്പറിൽ എഴുതി ഒട്ടിച്ചിരുന്ന ആ പദങ്ങൾ എൻ്റെ ശ്രദ്ധയിലുണ്ടാക്കി. ഇങ്ങനെ എഴുതിയിരുന്നത്, 2007 ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ മകളുടെ വിവാഹം നടക്കും. ഞാൻ ഞെട്ടിപ്പോയി. ഈ കർത്താവ് ഇങ്ങനൊരു വാക്യമില്ലല്ലോ. എൻ്റെ ഉറക്കം കുറേച്ചപ്പോൾ ആകാൻ തുടങ്ങി. പിന്നെ ആൻഷീറ്റിയായി, കാര്യം ബാക്കി മൊത്തം വായിക്കും. അടുത്ത ഭിത്തിയിലോട്ട് ഞാൻ തിരിഞ്ഞു. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, 2008 മാർച്ച് മാസത്തിൽ ഞങ്ങളുടെ മകൻ വിദേശത്ത് പോകും. ഓ, അതും വാക്യമല്ല, ഉറക്കം മൊത്തത്തിൽ പോയി. അടുത്ത വാക്യത്തിലോട്ട് ഞാൻ തിരിഞ്ഞു. അടുത്ത ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചു വെച്ചിരിക്കുക, ഈ വർഷം തീരുന്നതിന് മുമ്പ് ഞങ്ങളെ അലട്ടുന്ന കടഭാരം പൂർണ്ണമായി വീട്ടപ്പെടും. എനിക്ക് അകപ്പടെ ചിരി വന്നു. ഇതെന്തോ ഇങ്ങനെ എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഞാൻ കണ്ട കാഴ്ച, ഓരോ പേപ്പറിന്റെ അടിയിലും പേന കൊണ്ട് ചെറുതായിട്ട് ഓരോ പാസ്റ്റർമാരുടെ പേര് എഴുതിയിട്ടുണ്ട്. അത് ഒരു പാസ്റ്റർ, എനിക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പാസ്റ്റർ പേര്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് കുറേശ്ശെ ക്ലിക്ക് ചെയ്യാൻ തുടങ്ങി. ഇവരോട് ദൈവദാസന്മാർ മുഖാന്തരം പറയപ്പെട്ട ദർശനങ്ങളായി എഴുതി ഒട്ടിച്ചിരിക്കുന്നത്. പല സംശയങ്ങൾ മനസ്സിൽ വന്നു. ഇതെന്തിനാ അങ്ങനെ വെച്ചിരിക്കുന്നതെന്നൊക്കെ തോന്നി. ഞാൻ വാതിൽ തുറന്ന് ഇവരോട് സംസാരിക്കുവാൻ താല്പര്യപ്പെട്ട് നോക്കിയപ്പോൾ ഇവരെല്ലാം ഉറങ്ങി കഴിഞ്ഞു. ഞാൻ പിന്നെ തിരിച്ചു വന്ന ഒരു പരുവത്തിൽ ഞാൻ ഉറങ്ങി. രാവിലെ ഈ ബ്രദറിനെ ഞാൻ വിളിച്ചു റൂമിലോട്ട്. ഞാൻ എൻ്റെ കട്ടിലെ തന്നെ പിടിച്ചിരുത്തി. ഇതെന്താ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ച ദർശനങ്ങളാണ്. ഞാൻ പറഞ്ഞത് ഒരു ചെറിയ പേപ്പറിലാണ് എഴുതി ബൈബിളിനകത്ത് വെച്ചെന്ന് പ്രാർത്ഥിച്ച പോലെ. ഉടനെ ഈ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാനൊരു പാസ്റ്ററായി പോയല്ലോ എന്ന അഭിമാനമെല്ലാം ചോർന്നു പോയ നിമിഷമായിരുന്നു. കാര്യം 3 വർഷം മാത്രം വിശ്വാസ ജീവിതമുള്ള ആ ബ്രദർ എന്നോട് പറഞ്ഞ സാക്ഷ്യം കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. താൻ എന്നാ പറഞ്ഞെന്നറിയാമോ? പാസ്റ്റർ, ഞങ്ങളുടെ ബെഡ്റൂമിൽ നെഗറ്റീവായ ഒരു സംഭാഷണം ഇല്ല. എനിക്ക് പിടിയിട്ടില്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, അതന്നെ അങ്ങനെ പറഞ്ഞേ? അദ്ദേഹം പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേദനയുള്ള വിഷയങ്ങളായത് രാത്രിയിൽ കിടക്കുവാനായി ഞാനും വൈഫൂടെ ഈ റൂമിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏറ്റവും വേദനപ്പെടുന്നത് പ്രായപൂർത്തിയായി നിൽക്കുന്ന ഞങ്ങളുടെ മകളുടെ വിവാഹ വിഷയമാണ്. അതിനെക്കുറിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നു, 2007 ഡിസംബർ മാസത്തിൽ ഞങ്ങളുടെ മകളുടെ വിവാഹം നടക്കും. പിന്നെ അതിനെക്കുറിച്ച് കമ എന്നൊരക്ഷരം ഞങ്ങൾ പറയില്ല. അടുത്ത ഏറ്റവും വേദനപ്പെടുന്ന വിഷയമാണ്, ഞങ്ങൾ 3 പേരും രക്ഷയുടെ അനുഭവത്തിൽ വന്നു, മാനസാന്തരപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ മകനുണ്ടല്ലോ, അവൻ വെളിയിലുണ്ട്, അവൻ നല്ല പ്രായമുണ്ട്, പക്ഷെ അവൻ മാനസാന്തരപ്പെട്ടിട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, ജോലിയില്ല, നാട്ടിൽ ഇങ്ങനെ അരഞ്ഞിരിഞ്ഞ് നടക്കുക. അതിനെക്കുറിച്ച് വേദനപ്പെട്ട് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ ഞങ്ങളുടെ നാവ് പിടിച്ചു കെട്ടുന്നത് പോലെ എഴുതി വെച്ചിരിക്കുന്നു. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അടുത്ത വർഷം മാർച്ച് മാസത്തോടുകൂടെ മകന്റെ ഭാവിക്ക് വേണ്ടി കർത്താവ് വഴി തുറക്കാൻ പോകയാ, അവൻ വിദേശത്ത് പോകണം. അതിനേക്കാൾ വേദനപ്പെടുന്നതുണ്ട്. ഞങ്ങളുടെ നാട്ടുകാരെയൊക്കെ വിട്ട് എല്ലാം വിറ്റുപറക്കി കെട്ടിപ്പറക്കി ഉള്ളതെല്ലാം തീർത്ത് കടഭാരത്തോടെ ഞങ്ങൾ ഈ ദേശത്ത് കാറ്റ് വിട്ടി ഇന്നും കടഭാരത്താൽ ഞങ്ങൾ വേദനപ്പെടുകയാണ്. അതിനെക്കുറിച്ച് ഞാനും ഭാര്യയും തമ്മിൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഉടൻ എഴുതി വെച്ചിരിക്കുന്ന കിടക്കയിൽ കിടന്നുകൊണ്ട് കാണുവാൻ കഴിയുന്ന കാഴ്ച, ഈ വർഷത്തോടുകൂടെ ഞങ്ങളുടെ കടഭാരം നീങ്ങാൻ പോകുകയാണ്. ചുരുക്കി പറഞ്ഞാൽ
ഞങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാറില്ല. ഞാൻ ഒന്ന് കുനിഞ്ഞു, താൻ കാണാതെ എനിക്ക് വേദനയുണ്ടായി. ഞാൻ എൻ്റെ വീടും എൻ്റെ ബെഡ്റൂമും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒന്ന് പോട്ടെ, എല്ലാവരുടെ ബെഡ്റൂമിലോട്ട് പോട്ടെ. രാത്രിയിൽ ഉറക്കത്തിൽ കിടക്കുവാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് ഓർത്താട്ടെ. അയ്യോ, ഇന്നൊന്നും നടന്നില്ല, നാളെ ആ വിഷയം എങ്ങനെ ആയിത്തീരും, എങ്ങനെ വിസയുടെ കാര്യം റെഡിയാവും, എങ്ങനെ PR റെഡിയാവും, എങ്ങനെ കിട്ടിയില്ല പിന്നെ എങ്ങനെ ഇവിടെ നിൽക്കും, അടുത്ത കാര്യം എങ്ങനെ, കുഞ്ഞുങ്ങളുടെ വിഷയം, ഭാവി വിഷയം, പഠന വിഷയം, അത് ഇത്. ചുരുക്കി പറഞ്ഞാൽ അന്ന് ഒരു ഒഴുക്കം മട്ടിലെ കർത്താവെ മാത്രമേ മലക്കുന്നതെന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയും അങ്ങനെ ഇടപെടുറക്കും. നെഗറ്റീവായ സംഭാഷണങ്ങൾ കൊണ്ട് നമ്മുടെ ബെഡ്റൂമുകളെ നമ്മൾ നിറയ്ക്കുന്നവരാണ്. എന്നെ ഇത് ചലഞ്ച് ചെയ്തു. എന്നിട്ട് ആ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കൊണ്ടത് ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് ഒരു ഭിത്തിയുടെ സൈഡിലോട്ട് എന്ന ഒരു സ്റ്റിക്കർ അങ്ങ് വലിച്ചടക്കി. ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, അവിടെ കൊണ്ട് ഞാൻ ചുമ്മാതെ പറഞ്ഞു. വളരെ സഹോദരനല്ല പാസ്റ്റർ കാണണം. താൻ ഇളക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയാമോ? അനവധി പേപ്പറുകൾ എഴുതി ഒട്ടിച്ചിട്ട് ഇളക്കിയ പാടുകൾ ഞാൻ കണ്ടു. എന്താ മനസ്സിലായി? നിറവേറപ്പെട്ട ദർശനങ്ങൾ കീറിക്കളഞ്ഞതാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങ് പെട്ടെന്ന് ഞാൻ ഓർത്തു, ദർശനം എഴുതുക, അത് ഓടിച്ചു വായിക്കുവാൻ തക്കവണ്ണം തെളിവായി അത് പലകയിൽ വരയ്ക്കുക. അന്ന് ഞാൻ തീരുമാനിച്ചു, ഈ വചനം എടുത്തുകൊണ്ട് എനിക്ക് പ്രസംഗിക്കണം, എന്നോട് നീ സംസാരിക്കണം. അന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 1 വർഷത്തിന് ശേഷം കിട്ടിയ ദൂതായി. ഇതിന് സമാനമായി ഈ ദർശനം കൊണ്ട് ഞാനിങ്ങനെ ഈ ഒരു ഭേദഭാഗം കൊണ്ട് മനസ്സിലിട്ട് ഇങ്ങനെ ഓമനിച്ച് ഇങ്ങനെ കടന്നു പോകുമ്പോൾ വേറെ അനുഭവം കൂടെ എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. ആ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമായിട്ട് അവിടുത്തെ സഹോദരൻ എൻ്റെ കയ്യിൽ ഒരു ഡയറി എടുത്തു തന്നു. ഞാൻ അതിമനോഹരമായ ഡയറി, നല്ല കോസ്റ്റ്ലി ഡയറി, നല്ല ഗിഫ്റ്റിട്ട നല്ല രീതിയിൽ ലെതർ ബൈൻഡ് ചെയ്ത നല്ലൊരു ഡയറി തന്നു. പാസ്റ്റർ ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ ആ ഡയറി എടുത്ത് നോക്കി, നല്ല രസമുണ്ട് കാണാൻ. ഞാൻ തുറന്നു നോക്കി, അതിനേക്കാൾ രസം. താൻ പറഞ്ഞു പാസ്റ്റർ ഒന്ന് ഓടിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ 3-4 പേപ്പറിൽ മാത്രം കുറേ കാര്യങ്ങൾ എഴുതിയിട്ടിരുന്നു. അദ്ദേഹത്തിന് കുറേ പാസ്റ്റർ വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ഒറ്റ നോട്ടത്തിൽ നിന്ന് വായിച്ചു നോക്കി, മനസ്സിലാക്കി 100 കൂട്ടം കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. നമ്പർ ഇട്ട് 1, 2, 3, നമ്പർ ഇട്ട് 100 വരെ നമ്പർ ഇട്ടിട്ട് അവരുടെ പ്രയർ റിക്വസ്റ്റുകൾ, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, അവരുടെ ദർശനങ്ങൾ അവർ എഴുതിയിട്ടിരിക്കുന്നു. ഈ സഹോദരൻ്റെ അടുത്ത് ചോദിച്ചു, പാസ്റ്റർക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി, ഇത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളാണ്. അന്നേരം പറഞ്ഞു, അല്ല പാസ്റ്ററെ, ഒന്നുകൂടെ നോക്കാം. ഞാൻ ഒന്നുകൂടെ നോക്കി, സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഓരോ നീലമഷി കൊണ്ട് എഴുതപ്പെട്ട ഈ പ്രയർ റിക്വസ്റ്റുകളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ അഥവാ നമ്പറിനോട് ചേർന്ന് റെഡ് ഇതുകൊണ്ട് ടിക്ക് ചെയ്ത് പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ചോദിച്ചു, പാസ്റ്റർക്ക് മനസ്സിലായോ? ഇതൊക്കെ നിങ്ങൾ പരീക്ഷിക്കുക. ഞാൻ പറഞ്ഞു, മനസ്സിലായി, ഈ റെഡ് കൊണ്ട് ടിക്ക് ചെയ്തല്ല നിങ്ങൾ പ്രാർത്ഥിച്ച സബ്ജക്റ്റുകളാണ് എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞ പാസ്റ്റർക്ക് തെറ്റി, ഒന്നുകൂടെ നോക്ക്. ഞാൻ ഒന്നുകൂടെ സൂക്ഷിച്ചു. ആകെപ്പാടെ 4 പേരുണ്ട്, അങ്ങനെ നോക്കാനാ. മൊത്തത്തിൽ നോക്കി, എല്ലാം നോക്കി വന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച 99 സബ്ജക്റ്റിലും ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു സബ്ജക്റ്റിന് മാത്രം ടിക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു, പാസ്റ്റർ മനസ്സിലായോ? എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു, 99 സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് ആൻസർ കിട്ടിയതും 1 സബ്ജക്റ്റ് ആൻസർ കിട്ടാത്തതുമാണ്. അദ്ദേഹം പറഞ്ഞു, ശരിയാ പാസ്റ്റർ. ഞാൻ എനിക്ക് അതിശയിപ്പിച്ചു. ഞാനിത് പറഞ്ഞെങ്കിലും, ഞാനിത് അങ്ങനെ തന്നെ അങ്ങോട്ട് പറഞ്ഞെങ്കിലും എനിക്കിത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമായി. ഇതെങ്ങനെ സംഭവിക്കപ്പെട്ടു? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എൻ്റെ അടുത്ത് പറയാം, കഴിഞ്ഞ ചില വർഷങ്ങളായി മാത്രം, 2-3 വർഷത്തിനുള്ളിൽ മാത്രം ഞങ്ങൾ ചെയ്യുന്നൊരു പ്രാക്ടീസാണ്. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, ദൈവം നമ്മളോട് പറഞ്ഞ ദർശനങ്ങൾ അക്കമിട്ട് എണ്ണി എഴുതി ഞങ്ങളത് പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയാണ്, ഒന്നുകിൽ അന്ന്, അല്ലെങ്കിൽ പിറ്റേന്ന്, അല്ലെങ്കിൽ ആ മാസം തന്നെ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് വിടുതൽ വെളിപ്പെടും. എങ്ങനെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്? അദ്ദേഹം എൻ്റെ അടുത്ത് പറയാം, അടുത്ത ചലഞ്ച്, ഞാനൊരു പാസ്റ്റർ അല്ലല്ലോ എന്ന് തോന്നുമാർ അദ്ദേഹം എൻ്റെ മനസ്സിനോട് സംസാരിച്ചു. അദ്ദേഹം പറയുക, ഞങ്ങൾ ഈ എഴുതപ്പെട്ട ഡയറിയും എടുത്തുകൊണ്ട് എല്ലാ ദിവസവും ഈവനിങ്ങിന് ഞങ്ങളുടെ ഫാമിലി പ്രയറിന്റെ ടൈമിന് ബൈബിളിനോടൊപ്പം ഈ ഡയറി വെച്ചിട്ട് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ 2 കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് കാലം വെച്ച് യേശുവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്ത് ഈ ഓരോ പ്രയർ റിക്വസ്റ്റുകളെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ ദൈവത്തിന്റെ അത്ഭുതം എന്ന് പറയട്ടെ, ഉടൻ തന്നെ ഞങ്ങളുടെ വിഷയങ്ങളിൽ ദൈവം അത്ഭുതം ചെയ്യാറുണ്ട്. ശരിയാകട്ടെ, ഞാൻ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. വളരെ കറക്റ്റാണ് ആ സഹോദരൻ പറഞ്ഞത്. എഴുതി വെച്ച് പ്രാർത്ഥിച്ചു നോക്ക, വേഗത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് പകൽക്കാലം ഒത്തിരി ചോദ്യങ്ങൾ നിനക്കുണ്ട്, ഒത്തിരി വിഷയങ്ങളുണ്ട്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. ദൈവസ്ഥലം എഴുതി വെക്കാം, പലതും മറന്നുപോയവരാ. ഇന്ന് പകൽക്കാലം നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്, കർത്താവ് എന്നോട് എന്തെങ്കിലും ഒരു പുതിയ ദർശനം പറയണം. നോ, അതല്ല ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ളത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച വാക്യത്തിലോട്ട് ഞാൻ മടങ്ങി വന്ന് പറയുന്നത്, പുതിയ ദർശനമല്ല, പഴയത് നിറവേറപ്പെടാത്തത് ഒത്തിരിയുണ്ട്. എഴുതി വെച്ച് ജാഗരിച്ച് അതിന്റെ ദൈവാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുവാൻ ദൈവ ശക്തനാണ്. എത്ര പേരത് വിശ്വസിക്കുന്നു? ഹബക്കൂക്കിനോട് ദൈവാത്മാവ് പറയുക, ദർശനം
അടുത്ത വാക്യങ്ങൾ നിങ്ങൾക്ക് ഒത്തിരി പരിചയമുള്ള വാക്യങ്ങളാ, ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ തന്നെ ആ വാക്യത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അതിന്റെ ആഴത്തിലോട്ട് പോകുന്നില്ല. എങ്കിലും ഒരു വാക്യം വായിക്കാതിരിപ്പാൻ നിർവാഹമില്ല. ആർക്കെങ്കിലും ആ KJV വേർഷനിലെ ആ വാക്യം ഒന്ന് വായിക്കാമോ? അടുത്ത വാക്യം. The vision is yet for an appointed time, but at the end it shall speak and not lie. Though it tarry, wait for it, because it will surely come. Though it tarry, wait for it. Because it will surely come. Because it will surely come. Then It will not tarry. it will not tarry. ആ വാക്യത്തിന്റെ ആ പദപ്രയോഗം ശ്രദ്ധിച്ച്. ടാരി എന്ന പദപ്രയോഗം ബൈബിളിലുള്ളവരെ നോക്കി അത് രണ്ടുകൂടെ ചേർത്ത് വായിച്ച്. Though it will tarry, last it will not tarry. എന്താ മനസ്സിലായി? ഇടയ്ക്കുള്ള ഞാൻ കാട്ടി. ആദ്യം പറഞ്ഞു it will tarry, കാലതാമസം ഉണ്ടാകും. വാക്യം തീരുന്നതിന് മുമ്പ് തന്നെ ദൈവാത്മാ പറയുക താമസിക്കത്തില്ല. മലയാളത്തിൽ ഒന്ന് വായിച്ച്. താമസമുണ്ട്, പക്ഷെ താമസിക്കത്തില്ല. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. എന്താ അവധി വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ? മലയാളത്തിൽ ആ പദം തന്നെ എടുത്തിട്ട് അവധി, അവധി എന്ന് പറയുന്ന പദപ്രയോഗം. അവധി, കാലതാമസം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ലീവ് വെച്ചിരിക്കുന്നു, അവധി വെച്ചിരിക്കുന്നു. മലയാളത്തിൽ ആ പദത്തെ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. അവധി വെച്ചിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഓഫീസിൽ പോകുകയാണെന്ന് വിചാരിക്കുക, ഒരു പർട്ടിക്കുലർ വ്യക്തിയെ കാണുക. നിങ്ങൾ ആ ഓഫീസിൽ എൻ്റർ ചെയ്തപ്പോഴാണ് അറിയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കപ്പെട്ട വ്യക്തി അന്ന് ലീവിലാണ്, അവധിയിലാണ്. എന്താ അതിനർത്ഥം? നിങ്ങൾ എന്താ മനസ്സിലാക്കും? ഓ എല്ലാം പോയി, കഴിഞ്ഞു, അവസാനിച്ചു, ഇനി ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വീട്ടിൽ പോരും? ഇല്ല. ഒരു കാര്യം ഉറപ്പാണ്, അവധി വെച്ചിട്ടുണ്ട്, അവധിയിൽ ആ പുള്ളി എന്ന് വെച്ചാൽ പുള്ളി റിട്ടയർ ആയി വീട്ടിൽ പോയെന്ന് അർത്ഥമില്ല. He will come back. എത്ര മനസ്സിലായി? അവധി വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ തീർന്നു, അവസാനിച്ചു, ഇനി നടക്കത്തില്ല, ആ വ്യക്തി റിട്ടയർ ആയി, ഇനി ഒരിക്കലും ആ വ്യക്തിയെ കാണുവാൻ സാധ്യമല്ലെന്നല്ല. അവധിയിലാണെങ്കിൽ ഒരു ഷ്യൂരിറ്റി ഉണ്ട്. He will come back and he will join the job. എത്ര മനസ്സിലാക്കുന്നുണ്ട്? ഇന്ന് പകൽക്കാല ദൈവാത്മാവ് നമ്മോട് പറയുന്ന വിഷയം ഇത് തന്നെയാണ്. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒത്തിരി ദർശനം തന്നിട്ടുണ്ട്, ഒത്തിരി വെളിപ്പാട് തന്നിട്ടുണ്ട്. നിറവേറപ്പെടാതെ കാലതാമസമായി ഭാരപ്പെടുകയാണ്. Though it will tarry, it will not tarry. താമസമുണ്ട്, പക്ഷേ അത് താമസിക്കത്തില്ല. വേഗത്തിൽ തന്നെ ഈ വർഷം തീരുന്നതിന് മുൻപ് തന്നെ, അല്ല അടുത്ത മാസത്തിലോട്ട് നീ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ, ഈ ഫെബ്രുവരി മാസം നിന്റെ വിടുതലിന്റെ മാസമായി, അനുഗ്രഹം വെളിപ്പെടുന്ന മാസമായി, ദർശനം നിറവേറുന്ന മാസമായി ദൈവത്തിന്റെ ആത്മാവ് തീർക്കാൻ പോകുന്നു. എഴുതപ്പെട്ട ദർശനങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ ദൈവത്തിന് സാധ്യമല്ല. ഓക്കെ, ആ ഭാഗം എല്ലാം ഞാൻ മറിക്കുന്നു. അടുത്ത വാക്യത്തിനോട് താഴോട്ട് പോകുമ്പോൾ പുതിയ നിയമത്തിൽ പോലും 4 പ്രാവശ്യം എടുത്തു പറയപ്പെട്ട പഴയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഒന്നുകൂടെ പറഞ്ഞാൽ ഹബക്കൂക്ക് പ്രവചനത്തിലെ കീവേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആരോട് ദൈവം ഇത് പറയുന്നത്? പിറുപിറുപ്പുകാരനായ ഹബക്കൂക്കിനോട്, സങ്കടപ്പെട്ട ഹബക്കൂക്കിനോട്. കർത്താവ് പ്രവർത്തിക്കുന്നില്ല, രക്ഷിക്കുന്നില്ല, വെറുതെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ ഹബക്കൂക്കിനോട് ദൈവത്തിന്റെ ആത്മാ പറയുക, നീ വലിയ ദൈവദാസനാ, അതൊക്കെ ശരി തന്നെ, നീ വലിയ പ്രവാചകനാ, ശരി തന്നെ. ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ നടുവിൽ തർക്കിച്ച് സംസാരിക്കുന്ന ഹബക്കൂക്കിനോട് ദൈവാത്മാ പറയുക, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. 2 തരത്തിലുള്ള അർത്ഥങ്ങൾ ആ വാക്യത്തിനുണ്ട്. ആർക്ക് ജീവിക്കാൻ കഴിയും? നീതിമാൻ. ഇനി നീതിമാനാണെങ്കിലും രണ്ടാം വ്യാഖ്യാനം, വിശ്വാസമില്ലെങ്കിൽ ജീവിക്കാൻ പോകുന്നില്ല. അത്ര മനസ്സിലാക്കി. ആള് വലിയ നീതിമാനാ. 99% സംശയവും 99% അവിശ്വാസവും 1% സംശയവും വിശ്വാസമില്ലാത്ത അവസ്ഥയും കൊണ്ട് നീ നടക്കപ്പെട്ടാൽ ഒരിക്കലും അനുഗ്രഹം വെളിപ്പെടുവാൻ കഴിയില്ല. സംശയങ്ങൾ മാറ്റ്, വിശ്വാസത്തിൽ ദൃഢപ്പെടാം. ഹല്ലേലൂയ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പുതിയ ദർശനത്താൽ ജീവിക്കുമെന്നല്ല, പഴയതും മതി. പഴയതിനെ പൊടി തട്ടിയെടുക്കാൻ എത്രയോ ദർശനങ്ങൾ നിറവേറപ്പെടാറുണ്ട്. 2008 നടക്കുമെന്ന് കരുതി നടക്കപ്പെടാത്തതോ ഇനി ഒരിക്കലും നടക്കത്തില്ല. നീ തന്നെ വിധി എഴുതി പ്രയർ റിക്വസ്റ്റുകളെല്ലാം ഡസ്റ്റ്ബിന്നിലിട്ട് ഇനി നടക്കത്തില്ലെന്ന് ഭാരപ്പെടുന്ന ദൈവാത്മാ പറയുക, അത് കളയുന്നതിന് മുമ്പ് പൊടി തട്ടിയെടുക്കുക, അതിനെ ഒന്ന് പോളിഷ് ചെയ്യുക, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യുക. ഇന്ന് പകൽക്കാലം ആദ്യമേ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. എത്ര പേര് വിടുതലിന് തയ്യാറാകുന്നുണ്ട്? എത്ര പേര് വിടുതൽ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നുണ്ട്? വിശ്വാസത്തെ ദൈവവചനം നോക്കട്ടെ. നിന്റെ കുടുംബത്തിൽ ഒരു വിടുതൽ നടക്കത്തില്ലെന്ന് പറയുന്നത് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു. വർഷങ്ങളുടെ കാലപ്പഴക്കമുള്ള വിഷയങ്ങളുടെ ഇന്ന് പകൽക്കാലം ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്.
ഇപ്പൊ എല്ലാം തണുത്തുപോയി. അവിടെ ഉപവസിക്കാതിരിക്കുമ്പോൾ ഭയങ്കര വിശ്വാസമായിരുന്നു, പ്രാർത്ഥനയ്ക്ക് പാകണ്ട കണ്ണീര് വരുമായിരുന്നു. ഇപ്പൊ കണ്ണി കുത്തിയാൽ പോലും കണ്ണീരില്ല. യെസ്, എന്താ നിങ്ങളുടെ അനുഭവം ഞാൻ പറയുന്നത് കേട്ടോ. പഴയ കണ്ണുതിരിലേക്ക് നീ മടങ്ങി വാ, പഴയ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വാ. സംശയിക്കാതെ വിശ്വസിക്കുക, നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്ന കർത്താവ് എന്ന് പകർത്താൻ വിടുതൽ തരാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിൽ നടക്കപ്പെടാത്ത വിഷയങ്ങൾ ഓർത്ത് പ്രയാസപ്പെട്ട് ആ സബ്ജക്റ്റ് ഒന്ന് പറയുമ്പോൾ തന്നെ പൊട്ടിക്കരഞ്ഞ് നീ പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് നീ പ്രാർത്ഥിക്കുന്നുണ്ട്. കരച്ചിന്റെ അനുഭവം ഉണ്ടോ സഹോദരി? ഉണ്ടോ സഹോദര? എങ്കിൽ വിടുതൽ വെളിപ്പെടുവാൻ കഴിയത്തില്ല. നീ കരച്ചിലേക്ക് മടങ്ങുക. ദൈവകൃപയിൽ കർത്താവിന് അത്ഭുതം ചെയ്യുവാൻ കഴിയുമെന്ന് വിശ്വസിക്ക്. എന്ന് വകക്കാലം വിശ്വസിക്ക്. ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ആണ്ടുകൾ കഴിയുന്നതിന് മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണം. 2009 നമുക്കൊരു മോട്ടോ ഉണ്ടായിരിക്കണം, സൂണർ റാദർ ലേറ്റർ. അങ്ങോട്ടും അങ്ങനെ ആയിരിക്കണം കേട്ടോ, ഇങ്ങോട്ട് മാത്രമല്ല, അങ്ങോട്ടും അങ്ങനെ ആയിരിക്കണം. സൂണർ റാദർ ലേറ്റർ. എത്ര പേർ മനസ്സിലാക്കി? ആ ദാനൊക്കെ എടുത്തുകളാം, ഇത്രയും മതി. സൂണർ ദാൻ ലേറ്റർ, സൂണർ ദാൻ ലേറ്റർ. പെട്ടെന്ന് താമസിച്ചല്ല, ഇപ്പൊ തന്നെ വിടുതൽ വെളിപ്പെടണം. ഈ മാസത്തിൽ തന്നെ അത്ഭുതം നടക്കണം. ഇപ്പോൾ തന്നെ അത്ഭുതം വെളിപ്പെടണം. കർത്താവെ താമസിച്ചല്ല, എന്റെ അടുത്ത വർഷത്തെ പ്രൊജക്റ്റ് ആയിട്ടല്ല ഈ വിടുതൽ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വിശ്വാസത്തോടെ വരാം. വിശ്വാസത്തോടെ വരാം. ഇതൊന്ന് വിടുതൽ പകർക്കാനുമാണ്. എന്റെ തലമുറയുടെ വിടുതൽ പകർക്കാനുമാണ്. എന്റെ തലമുറയെ കർത്താവ് തൊഴാൻ പോകുകയാണ്. എന്റെ ശരീരത്തെ എന്റെ വിദ്യാഭ്യാസത്തെ കർത്താവ് തൊഴാൻ പോകുകയാണ്. എന്റെ ജോലിയെ കർത്താവ് തൊഴാൻ പോകുകയാണ്. I feel the presence of God. കർത്താവിന്റെ സാന്നിധ്യത്തെ മനസ്സിലാക്കുകയാണ്. എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? കുടിയമേ ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഒന്നാം അധ്യായത്തിലെ സങ്കടങ്ങൾക്ക് രണ്ടാം അധ്യായത്തിൽ വ്യക്തമായ ഉത്തരം കർത്താവ് കൊടുത്തു. രണ്ടാം അധ്യായത്തിൽ വ്യക്തമായ ഉത്തരം കിട്ടപ്പെട്ടപ്പോൾ മൂന്നാം അധ്യായത്തിൽ ഹബക്കൂക്ക് പാട്ട് പാടുകയാണ്. ആ മൂന്നാം അധ്യായത്തിലോട്ട് എല്ലാവരും നോക്കി, നല്ല ഒരു സങ്കീർത്തനം. എന്തുകൊണ്ടോ കാനോനൈസേഷൻ ചെയ്തപ്പോൾ ഹബക്കൂക്ക് പ്രവചനമായി വചനത്തെ രേഖപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഇത് സങ്കീർത്തന പുസ്തകത്തിൽ വരാനേ ഞാൻ വിശ്വസിക്കുന്നു. അതല്ലെങ്കിൽ ഈ മൂന്നാം അധ്യായം സങ്കീർത്തനത്തിന്റെ പാട്ടാകേണ്ട അതിമനോഹരമായ ഗാനമാണ്. ബൈബിൾ ഇതുപോലെ ഒത്തിരി പാട്ടുകളുണ്ട്. ദബോരയും ബാരാക്കും കൂടെ ചേർന്ന് പാടുന്ന പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എന്നാ അതിമനോഹരമായ കവിതയാണ്, എന്താ അതിമനോഹരമായ സംഗീതമാണ്. ദബോരയും ബാരാക്കും കൂടെ ചേർന്ന് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പാടുന്ന പാട്ട് സങ്കീർത്തനമാണ്, അതിമനോഹരം. അന്ന് വൽഗീതത്താൽ, ശൂരവൽഗീതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാടുന്ന പാട്ട് കേട്ടാൽ നമ്മൾ ശരിക്കും ആത്മാവിലായി പോകും. പക്ഷേ കനോനൈസേഷന്റെ പാട്ട് വന്നപ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ മൊത്തത്തിലൊന്ന് അധ്യായങ്ങളെ അടിക്കോട് ചുട്ടിയോടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഏർപ്പെടുത്തിയത് കൊണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ വന്നില്ല. അതുപോലെ മോശ പാടുന്ന പാട്ടുണ്ട്, വിരിയാൻ പാടുന്ന പാട്ടുണ്ട്. അതിനേക്കാൾ അതിമനോഹരമായി സങ്കീർത്തനം. ശ്രദ്ധിക്കുക, ഹബക്കൂക്ക് ഒരു പാട്ടുകാരനാണോ? ആണോ? അല്ല, ഹബക്കൂക്ക് ഒരു പ്രവാചകനാണ്. ഇതിനു മുൻപോ ഇതിനു ശേഷമോ താൻ പാടിയതായി തെളിവില്ല. ആമേൻ. ഹബക്കൂക്ക് പാട്ടുകാരനല്ല, പക്ഷെ തർക്കിക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് വാക്യം അതിന് കാരണം. അത് ഇംഗ്ലീഷ് ബൈബിൾ വായിച്ചാലേ തർക്കിക്കാനും പറ്റും. മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സംഗീത പ്രമാണിക്ക് തന്ത്രി നാദത്തോടെ. ഇംഗ്ലീഷ് ബൈബിൾ നോക്കി കേട്ടോ. To the chief musician with my അത് കേട്ടാൽ തന്നെ മനസ്സിലായി. With my stringed instrument. So what it mean? He knows stringed instruments very well. എന്നുവെച്ചാൽ ഗിറ്റാർ ടൈപ്പ് ഉപകരണം വായിക്കുവാൻ കഴിവുള്ള ആളായിരുന്നു ഹബക്കൂക്ക് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എനിവേ, പക്ഷെ തെളിവില്ല, ഒരിക്കലും തെളിവില്ല. ഹബക്കൂക്ക് ഒരു പാട്ടുകാരനല്ല, പക്ഷെ ആ സങ്കീർത്തനം നോക്കിയേ, വളരെ രസകരം, അതിമനോഹരം. ഇപ്പൊ വായിച്ച വാക്യത്തിൽ നമ്മൾ കണ്ടത് സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ. അപ്പം ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ദ മ്യൂസിക് ഡയറക്ടർ. വാട്ട് ഇറ്റ് മീൻ? മ്യൂസിക് ഡയറക്ടറിന് ഒരാളൊരു പാട്ട് പാടി ഡെഡിക്കേറ്റ് ചെയ്താൽ, പഴയ കാലത്തെ അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്, അതിനർത്ഥം ആരാധനകളിൽ, സിനഗോഗുകളിൽ ആയിരങ്ങൾ 10,000 ചേർന്ന് വരുമ്പോൾ ഒരുമിച്ച് പാടേണ്ട പാട്ടായി. അപ്പൊ ഇത് മനോഹരമാണ്, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന പാട്ടാണ്.
പിന്നെ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്നാം വാക്യം നോക്കിക്കാട്ടെ. വിഭ്രമരാഗത്തിൽ ഷിക്കിനോ, ആ രാഗം ശ്രദ്ധിക്കുക. വിഭ്രമരാഗത്തിൽ. അപ്പൊ ഈ പാട്ടിന് ഒരു രാഗമുണ്ട് അല്ലേ? എല്ലാരും പാടുന്നു എനിക്കൊരു പാട്ട് പാടണം എന്ന് പറഞ്ഞ് പാടിയതല്ല. എല്ലാരും CD ഇറക്കുന്നു എനിക്കൊരു CD റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇറക്കിയതല്ല. എത്ര പേർക്ക് മനസ്സിലായി? അപ്പൊ പുള്ളിയുടെ ആഗ്രഹപ്രകാരം ഒന്ന് പാടിപ്പോയതല്ല. പക്ഷെ എന്തുണ്ട് അതിന്? നല്ലൊരു രാഗമുണ്ട്, താളമുണ്ട്, ലയമുണ്ട്, വിന്യാസമുണ്ട്, അടുക്കും ചിട്ടയുമുള്ള ഒരു പാട്ടായി. വെറുതെ അങ്ങ് തയ്യാറാക്കിയതല്ല, പാടാൻ വേണ്ടി പാടിയതല്ല, അറിയാതെ പാടിപ്പോയതാണ്. ഓക്കെ, ഇനി അതിനേക്കാൾ വേറെ രസകരമായ അവസ്ഥ എന്താ പറഞ്ഞത്? വിഭ്രമ രാഗത്തിൽ. ദാവീദിന്റെ സങ്കീർത്തനം നമുക്ക് അതിമഹാനായ മ്യൂസിക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാളായ ദാവീദ് പോലും വിഭ്രമ ഗീതങ്ങളാണ് എഴുതിയിട്ടുള്ളത്. വിഭ്രമ രാഗത്തിലെ പാട്ടുകൾ വിരളമാണ്. അപ്പം ഒരു വെറൈറ്റി രാഗമാണത് വിഭ്രമരാഗം. അതെന്തുകൊണ്ട് വന്നു? 1-ാം അധ്യായത്തിൽ കർത്താവേ നീ പ്രവർത്തിക്കുന്നില്ല, രക്ഷിക്കുന്നില്ല, വെറുതെ നോക്കുന്നു, അത്ഭുതം ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പുരുപുരുപ്പുകാരനായി ചോദിച്ച് 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം തന്നെ കണ്ടോ, നിന്റെ കേൾവി കേട്ട് ഞാൻ, അല്ല 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം തന്നെ കണ്ടോ, നിന്റെ കേൾവി കേട്ട് ഞാൻ ഭയപ്പെട്ടു പോയി. അങ്ങനെ വന്ന രാഗമായത്. അല്പപേടിയോടെ, അല്പഭയത്തോടെ, അല്പം വിഭ്രമത്തോടെ താൻ ചിട്ടപ്പെടുത്തിയ രാഗമായത് വിഭ്രമരാഗം. ഓക്കെ, പ്രാർത്ഥനാ ഗീതം. ഇതൊരു പ്രയർ സോങ് ആണ്, ഒരു പ്രാർത്ഥനാ ഗാനമാണ്, അത് സങ്കീർത്തനമാണ്. ഇനി വളരെ ശ്രദ്ധിക്കേണ്ടത് 3-ാം അധ്യായത്തിന്റെ അവസാനം നോക്കി ലാസ്റ്റിൽ ഒരു പദം കൊടുത്തിട്ടുണ്ട്. നോ, നമ്മൾ വായിക്കാത്തൊരു കാര്യം. നോ, സേല ഉണ്ടോ? ഇല്ലേ? 3-ാം അധ്യായത്തിലെ 3-ാം വാക്യത്തിലല്ലേ? 3-ാം വാക്യത്തിന്റെ ലാസ്റ്റ് ഇല്ലേ? ഞാൻ വിഷയത്തിൽ തെറ്റിപ്പോയത്. ഓക്കെ, 3-ാം അധ്യായത്തിലെ ലാസ്റ്റ് നമ്മൾ വായിക്കാതെ വരുന്ന ഒരു പദപ്രയോഗം ഉണ്ട്, ഹീബ്രു ലെറ്റർ ഉണ്ട്. എന്നത്? സേല. ഇനി ഉണ്ടോ നോക്കി? 9-ാം വാക്യത്തിലുണ്ട്. ഇനി ഉണ്ടോ നോക്കി? കണ്ടോ? ഒരൊറ്റ സങ്കീർത്തനത്തിൽ 3 പ്രാവശ്യം സേല എഴുതി വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? സേല എന്ന പദത്തിന്റെ അർത്ഥം എന്നാ? എന്തിനാ ഇത് ഉപയോഗിക്കുന്ന? സങ്കീർത്തനത്തിൽ സേല കണ്ടാൽ അതിന്റെ ആശയം എന്നാ? സങ്കീർത്തന പുസ്തകത്തിൽ ഒരു വരി കഴിഞ്ഞ് 2 ഈരടി കഴിഞ്ഞിട്ട് ഒരു സേല എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് നിർത്ത്. ഇപ്പൊ അടുത്ത വരി പാടാതെ ഇപ്പം പാടിയ 2 വരി ഒന്നുകൂടെ ഏറ്റെടുത്ത് പാട്, കോറസായി പാട്, എല്ലാരും കൂടെ ചേർന്ന് പാട്. ഇതാ സേല. ഇതുവരെ സേലയെ കുറിച്ച് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, പക്ഷെ ഏറെക്കുറെ എല്ലാവരും അംഗീകരിക്കുന്ന സത്യം, സേല വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പാടിയ 2 വരി അതിമനോഹരമാണ്, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. ഒന്നുകൂടെ അത് എടുത്ത് പാടും. സങ്കീർത്തനങ്ങൾ പരിശോധിച്ച് നോക്ക്, ഒരൊറ്റ സങ്കീർത്തനത്തിൽ ഇത്രയും അധികം സേല വന്നിട്ടുള്ളതോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവാം, പക്ഷെ വളരെ വിരളമാ. ദാവീദിന് പോലും അങ്ങനെ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതിമനോഹരമായ സങ്കീർത്തനം. ചോദ്യം മനസ്സിൽ വരുന്നു, ഹബക്കൂക്ക് നിനക്ക് ഇതെങ്ങനെ കഴിയുന്നു? നീ പ്രവാചകനല്ലേ? ഇത്ര മനോഹരമായ രാഗവും താളവും ലയവും എല്ലാം ഉള്ള പാട്ട്, അത് മ്യൂസിക് ഡയറക്ടർക്ക് അത് സമർപ്പിച്ച്, അതും ആരാധനയിൽ ആയിരങ്ങൾ പാടാം. എന്തിനാ 21-ാം നൂറ്റാണ്ടിൽ നമ്മളും പാടി സന്തോഷിക്കാൻ ഇങ്ങനൊരു ഗാനം എഴുതാൻ ഹബക്കൂക്ക് നിനക്ക് എങ്ങനെ കഴിഞ്ഞു? ഇതാ ഉത്തരം വരുന്നു. ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെ, ഞാൻ ഒത്തിരി കർത്താവിനോട് ചോദിച്ച ചോദ്യമാ. കർത്താവ് എനിക്ക് തന്ന ഉത്തരം ഇതാ. 1-ാം അധ്യായത്തിലെ സങ്കടങ്ങൾക്ക് 2-ാം അധ്യായത്തിൽ കർത്താവ് എന്നാ ചെയ്തത്? ഉത്തരം കൊടുത്തു. നമ്മുടെ ഭാരപ്പെടുന്ന ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മൾ ചോദിക്കുന്ന വേദനാജനകമായ ചോദ്യങ്ങൾക്ക് കർത്താവ് കറക്റ്റായ ഒരു ഉത്തരം നൽകിയ പാടാത്തവനും പാട്ട് പാടിപ്പോകും. എത്ര പേർ വിശ്വസിക്കുന്നു? അനുഭവം എത്ര പേരുണ്ട്? അതാ ദൈവത്തിന്റെ പരിപാടി. പാടാത്തവനെ കൂടെ പാട്ടുപാടിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിന് ഇന്ന് പകൽക്കാലത്തിന് വെളിപ്പെടാൻ പോകുന്നത്. ജീവിതത്തിൽ താളം നഷ്ടപ്പെട്ട് അനുഗ്രഹമില്ലാതെ അടുത്ത വഴിയെന്നറിയാതെ ഭാരപ്പെടുന്ന ദൈവമേ, ഒരു പാട്ടുപാടുവന്നടിയാതെ വേദനയോടെ ഭാരത്തോടെ നീന്തു പകൽക്കാലം ഇവിടെ ആയിരിക്കുകയാണോ? ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ നാവിൽ പാട്ടു തരാൻ പോകുക. യഹോവയുടെ ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ച് എന്റെ നാവിൽ അവൻ പുതിയൊരു പാട്ട് തന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സ്തുതി തന്നെ. അത്ര പേരെ അതിന് തയ്യാറാകുന്നുണ്ട്? ഒരു ഉത്തരം കേൾക്കാൻ തയ്യാറാകും. ഒത്തിരി ചോദ്യമായിട്ട് വന്നത് ചോദ്യങ്ങളല്ല, ചോദ്യത്തിന്റെ ലിസ്റ്റ് എവിടെയാണ് ഫിൽ ചെയ്ത് അതിന് തക്കതായ ഉത്തരം പ്രാപിച്ച് നിന്റെ കുടുംബ വിഷയത്തിന്, നിന്റെ ശാരീരിക വിഷയത്തിന്, നിന്റെ ജോലി വിഷയത്തിന്, നിന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് വെളിപ്പെട്ടു വരുവാൻ പോകുന്നു. ഹല്ലേലൂയ. ശക്തമായ പാട്ട് ഹബക്കൂക്ക് പാടുകയാണ്. ഓരോ വരിയിലും ദൈവ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
ഒന്നാം വാക്യത്തിൽ പാട്ട് തുടങ്ങുന്നില്ല. 1-2 വാക്യങ്ങൾ അതിന്റെ പ്രൊലോഗ് മാത്രമാണ്. ആ പ്രൊലോഗാണ് നമ്മൾ മുമ്പേ വായിച്ചത്. അതിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ വായിച്ചത്. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. ആണ്ടുകൾ കഴിയുന്നതിന് മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. വായിച്ചേട്ടാ. അതിനെ വെളിപ്പെടുത്തണമേ. അടുത്തത്, ക്രോധത്തിങ്കൽ കരുണയോർക്കണമേ. മൂന്നാം വാക്യം വന്നപ്പോൾ പാട്ട് അങ്ങോട്ട് തുടങ്ങി. എല്ലാവരും ശ്രദ്ധിച്ചോണം. ആരും ബൈബിൾ അടച്ചു വെക്കരുത്. ബൈബിൾ നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ തന്നെ നോക്കിയാൽ മതി. നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ പോകുക. മൂന്നാം വാക്യം തൊട്ട് ഉള്ള ഓരോ വരിയിലും ഓരോ വെർബൽ ടൈംസ് ഉണ്ട്, ക്രിയാപദങ്ങളുണ്ട്. നമ്മളത് ഒരുമിച്ച് പറയാൻ പോകുക. ഏതൊക്കെയാ വെർബൽ ടൈംസ്? നോക്കിക്കാട്ടെ. 1, തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. വെർബൽ ടൈം കണ്ടോ? വരുന്നു. ഓക്കെ, ഇനി അവിടെ നിൽക്കും. ഇനി ഒരുമിച്ച് നമ്മൾ പറയാൻ പോകുക. വെർബൽ ടൈംസ് മാത്രം പറയാൻ പോകുക. 1, വരുന്നു. അടുത്തത്, വെർബൽ ടൈംസ് മാത്രം ഒന്ന് പറഞ്ഞേ. ക്രിയാപദം മാത്രം. വരുന്നു. അടുത്തത്, മൂടുന്നു. അടുത്തത്, നിറഞ്ഞിരിക്കുന്നു. അടുത്തത്, ഉളവായി വരുന്നു. അടുത്തത്, പുറപ്പെടുന്നു. മറഞ്ഞിരിക്കുന്നു. നടക്കുന്നു. ചെല്ലുന്നു. കുലുക്കുന്നു. അടുത്തത്, ചിതറിക്കുന്നു. അടുത്തത്, ഉണർന്നു പോകുന്നു. അടുത്തത്, വീഴുന്നു. നടക്കുന്നു. കാണുന്നു. വിറയ്ക്കുന്നു. എന്താ മനസ്സിലായി? ഒന്നാമത്തെ നോക്കിയോ? പ്രവർത്തിക്കുന്നില്ല, രക്ഷിക്കുന്നില്ല, ചലിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ സിംഹാസനത്തിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താ മനസ്സിലായി? 3-ാം അധ്യായത്തിൽ താൻ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ വല്ലപ്പോഴും അല്ല, ഓരോ വരിയിലും കർത്താവ് ചലിക്കുക. ദൈവത്തെ കുറിച്ച് താൻ ഒരു പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ പരാതിക്കാരന്റെ അനുഭവം മാറി. പരാതി പറഞ്ഞപ്പോൾ ചലിക്കാതെ കൈ കെട്ടിയിരുന്ന ദൈവത്തരത്തിലെ സങ്കടം കണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ചലിക്കാത്ത ദൈവത്തെ കുറിച്ച് പറഞ്ഞവൻ ഇപ്പോൾ ദൈവം ഉത്തരം കൊടുത്തപ്പോ പറയാ, കർത്താവേ, എനിക്ക് തെറ്റിപ്പോയി. നീ വരുന്നവനാണ്, നീ പുറപ്പെടുന്നവനാണ്, നീ നടക്കുന്നവനാണ്, നീ ചെല്ലുന്നവനാണ്, നീ കുളിക്കുന്നവനാണ്, നീ ചിതറിക്കുന്നവനാണ്. ചലനരഹിതനായ ദൈവത്തെ അല്ലടി ആരാധിക്കുന്നത്, ചലിക്കുന്ന ദൈവത്തെ. സിംഹാസനത്തിൽ ഇരുന്നിട്ട് ദൈവജനത്തിന്റെ കഷ്ടതയും കണ്ട്, നിന്റെ ജീവിതത്തിലെ പ്രയാസവും കണ്ട്, നിന്റെ ജീവിതത്തിലെ ഞെരുക്കവും കണ്ട് കൈകെട്ടിയിരിക്കുന്ന ചലനരഹിതനായ ദൈവത്തെ അല്ലത്, ചലിക്കുന്ന പ്രവർത്തിക്കുന്ന ദൈവത്തെ പകൽക്കാലം അവൻ നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചലിക്കുന്ന ദൈവത്തെ നമ്മൾ ചലിക്കാതിരിക്കല്ലേ? ദൈവത്തെ ഓർത്ത് ചലിക്കുക. അതാ നമ്മൾ ചലിക്കുക. നമ്മുടെ ശരീരം വിട്ടു കർത്താവിന് ഇത്രയും പ്രവർത്തിക്കാൻ നമ്മൾ എന്നാ ചെയ്തത്? ഒന്നുകൂടെ നോക്കി. ഏതൊക്കെയാ? വരുന്നു, പുറപ്പെടുന്നു, നടക്കുന്നു, ചെല്ലുന്നു, കുലുക്കുന്നു. ഇത് വല്ലോ നമ്മുടെ ആരാധനയെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തോ സംതിങ് നമുക്ക് കുറവുണ്ട്. എന്റെ ദൈവം എനിക്ക് വേണ്ടി ചലിക്കുമ്പോൾ അവന് വേണ്ടി ചലിക്കപ്പെടുവാൻ നമ്മുടെ ഓരോ ആക്ഷനും ചലിക്കപ്പെടുവാൻ കഴിയണം. കാരണം സിംഹാസനത്തിലും മണക്കാതെ, കണ്ണുണ്ടെങ്കിലും കാണാതെ, ചെവിയുണ്ടെങ്കിലും കേൾക്കാതെ, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാതെ ഇരിക്കുന്ന വിഗ്രഹമല്ല, അവൻ പ്രവർത്തിക്കുന്നവനാണ്. Viva,
ഹല്ലേലൂയ. Hallelujah. കർത്താവ് ചലിക്കുകയും. Praise the Lord. ആ വാക്യം നോക്കട്ടെ, 3-ാം വാക്യം. പരിശുദ്ധൻ വായിച്ചാട്ടെ. ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. Hallelujah. ദൈവം തേമാൻ, രണ്ട് മലകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തേമാൻ മല, രണ്ട് പാറാൻ പർവ്വതം. ഒന്ന് വിശുദ്ധിയുടെ മല, രണ്ട് രക്ഷണീയ പ്രവൃത്തിക്കായി പുറപ്പെടുവാൻ ദൈവം സിംഹാസനം വിട്ട് ഇറങ്ങി വരുന്ന പാറാൻ മല. ബാക്കി ശ്രദ്ധിച്ചോ? ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. Amen. ലോകത്തിലുള്ള സകല ദേവന്മാരും ദൈവങ്ങളും Hallelujah. മലമുകളിൽ സിംഹാസനസ്ഥരായി മലകളിൽ ചവിട്ടിക്കയറി മുകളിലോട്ട് പോവാൻ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറയുമ്പോൾ എന്റെ ദൈവം Hallelujah. അവൻ മല വിട്ട് താഴെ ഇറങ്ങി വരുന്നു. എത്ര പേർ മനസ്സിലായി? Amen. സിംഹാസനസ്ഥനായി ജനത്തെ മുകളിലോട്ട് ക്ഷണിച്ച് അനുഗ്രഹം കൊടുക്കുന്നവനല്ല എന്റെ ദൈവം. മല വിട്ട് നിന്റെ നിന്നിലേക്ക് അവൻ ഇറങ്ങി വരുന്ന ദൈവം. സഹോദര സഹോദരി, നീ ഒന്ന് വിശ്വസിക്കാൻ. നിന്റെ കുടുംബത്തിലോട്ട് അവൻ വരാൻ പോകുകയാ. നിന്റെ ദൈവാത്മാവിന്റെ ശക്തിയാ അവൻ വരുന്നു. അവൻ വരുന്നു. അവൻ നടക്കും. ഇന്ന് പകൽക്കാലം ഈ സഭയ്ക്കകത്ത് ദൈവം ഒന്ന് നടന്നാൽ ചിലതൊക്കെ നടക്കും. വിശ്വസിക്കുന്നുണ്ട്. ആരാധനയിൽ നടന്നാൽ ചിലതൊക്കെ നടക്കാനുള്ള ദൈവം നമ്മൾ കാണുന്നത് നടക്കുന്ന ദൈവത്തെയാ, പ്രവർത്തിക്കുന്ന ദൈവത്തെയാ, ചലിക്കുന്ന ദൈവത്തെയാ. അങ്ങനെ സഞ്ചരിച്ച് കടന്നു പോകുക. വാക്യങ്ങളൊന്നും വാക്യം വളരെ പ്രാധാന്യമാണ്. തന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും അവൻ പുറപ്പെടുന്നു. അവൻ പുറപ്പെടുന്നതിന്റെ ഒന്നാമത്തെ ജനത്തിന്റെ രക്ഷ അഭിഷേകം. ഇന്ന് പകരം നടക്കാൻ പോകുന്ന വിടുതലതാ. കർത്താവ് വെറുതെ പുറപ്പെട്ടാൽ ജനത്തിന്റെ രക്ഷ, അഭിഷേകരായ ദൈവപൈതന്റെ രക്ഷ നടക്കാൻ അഭിഷേകമുള്ളവരാണ്. രക്ഷയ്ക്ക് വേണ്ടി ദേശത്തിന് പുറപ്പെടുമ്പോൾ ജനത്തിന്റെ രക്ഷ. രണ്ട്, എന്നെ അവൻ ദുഷ്ടന്റെ വീട്ടിൽ നിന്ന് മോന്തായം തകർത്ത് അടിസ്ഥാനത്തെ കരുത്തോളം അനാവൃതമാക്കും. എന്താ മനസ്സിലായി? ശത്രു പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയി ദൈവം ചെയ്യുക. ശത്രു പറഞ്ഞത് നിന്നെ ദേശത്തിൽ പരസ്യപരമാക്കും, ഇല്ലാതാക്കും, മോന്തായം തകർക്കും, അനാവൃതമാക്കും. ദേശത്തെ നാട്ടുകാരുടെ നിന്റെ ബന്ധുക്കളുടെ നടുവിൽ വിടുതലില്ലാത്തവരെന്ന് മുദ്ര കുത്തും. എന്നാൽ ഇന്ന് പകരം ദൈവം ചെയ്യാൻ പോകുന്ന തടസ്സമായി നിന്റെ തകർച്ച പ്രതീക്ഷിച്ച തകർക്കുന്ന കാഴ്ച
ജീവിതത്തെ Praise the Lord. ഒന്നാമത്തെ താളരഹിതമായ ജീവിതം. ഒരു താളവും ഇല്ല. എന്തും പറയും, എന്തും ചെയ്യും. Hallelujah. ജീവിതത്തിന്റെ ആരംഭത്തിൽ യേശുവിനെ കണ്ടുമുട്ടാതിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും അനുഭവമായിരുന്നു താളരഹിതമായ ജീവിതം. പക്ഷെ രണ്ടാമത്തെ അതിന്റെ പ്രോസസ് എന്താണെന്നറിയാമോ? അതൊന്ന് ട്യൂൺ ചെയ്യുന്ന പരിപാടിയാണ്. താളമില്ലാത്തൊരു ഇൻസ്ട്രുമെന്റ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ മോശമായിട്ട് തോന്നും. ഇപ്പം മ്യൂസിക് ട്രൂപ്പുകളൊക്കെ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒന്നുമില്ല. മ്യൂസിക് ട്രൂപ്പുകൾ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഗിറ്റാർ വായിക്കുന്നയാളാണെങ്കിൽ അഡ്വാൻസായി അതിനൊന്ന് ട്യൂൺ ചെയ്യും. ഓർഗാനിസ്റ്റിന്റെ സഹായത്തോടു കൂടെ അതിനൊന്ന് ട്യൂൺ ചെയ്ത് ചിട്ടപ്പെടുത്തുക. കാര്യം അതിന്റെ ശബ്ദവുമായി ഇതിന്റെ ശബ്ദം കൂടെ ഒരുമിച്ച് വരണം, അല്ലെങ്കിൽ വല്ലാണ്ട് സൗണ്ട് ഇരിക്കും. പിന്നെ പെർക്യൂഷൻ ചില ഇൻസ്ട്രുമെന്റ്സ് ആണ് തബല ടൈപ്പ് ഉള്ളതാണെങ്കിൽ നമ്മൾ ഇട്ടില്ലേ ചുറ്റിയൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ച് പൊട്ടി ശരിയാക്കുന്നത്. എന്താ ആശയം? അതിനെ ട്യൂൺ ചെയ്യുക. ഒന്നാം അധ്യായം താളരഹിതമായ അവസ്ഥ, രണ്ടാം അധ്യായം ട്യൂണിംഗ് പ്രോസസ്സാണ്. രണ്ടാം അധ്യായത്തിൽ ആ ട്യൂൺ അങ്ങോട്ട് റെഡിയാക്കി സംഗീതമായി മാറാൻ ചിലരെ കണ്ടിട്ടില്ലേ? താളരഹിതമായ ജീവിതം കണ്ടു തന്നെ നമുക്ക് നോക്കാൻ തോന്നത്തില്ല. എത്രമാത്രം അറിയത്തില്ല, പ്രവർത്തിക്കുന്ന തരത്തിൽ എന്നാ ചെയ്യുന്ന ഒന്നും അറിയില്ല. ചിലരുടെ ജീവിതം കണ്ടിട്ടില്ല? സംഗീതമായ കണ്ട സംഗീതം പോലെ ഇരിക്കും. അവരുടെ നടപ്പ്, അവരുടെ പ്രവൃത്തി, അവരുടെ സംസാരം അതുപോലെ നമുക്ക് അനുകരിക്കാൻ തോന്നും. അത് വളരെ റയറാണ്. അതാ ഞാൻ പറഞ്ഞു, രണ്ടാം അധ്യായത്തിൽ ചിട്ടപ്പെടുത്തിയ ജീവിതശൈലി ജീവിതത്തെ കർത്താവിന്റെ ശ്രമിക്കുന്നത്. ഇന്ന് പൂർണ്ണമായി നീ കർത്താവിന്റെ ഹൃദയത്തിൽ പാർശ്യലായിട്ട് വിടുതൽ കിട്ടിയിട്ട് ഞാൻ ആരാധിക്കാം. 17 വാക്യം വേഗത്തിൽ വായിച്ചു. അതിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒരു മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടാകത്തില്ല. കണ്ടോ വാക്യം പദപ്രയോഗം വളരെ ശ്രദ്ധിച്ചോ. കിട്ടത്തില്ല, ഉണ്ടാകത്തില്ല, നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. എങ്കിലും എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. അത്തിവൃക്ഷം തളിർത്താൽ ഞാൻ ഹല്ലേലൂയ പറയും. മുന്തിരിവള്ളിയിൽ ഫലമുണ്ടായാൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. പക്ഷെ അതൊന്നും അങ്ങനല്ല പറയുന്നത്. ഇതൊന്നും ഉണ്ടായില്ലേലും ചിലരെ കണ്ടിട്ടില്ല ദൈവസ്ഥലത്തിൽ എന്റെ പിയാറൊക്കെ റെഡിയായ പിന്നെ കർത്താവിന് വേണ്ടി പകുതി സമയം പ്രവർത്തിക്കാൻ പോകും, നടക്കാൻ പോകുന്നില്ല ചുമ്മാ. എന്റെ കാര്യമൊക്കെ പ്രവർത്തിക്കും. ഒരു വാക്യം വായിച്ച ഭാഗം അവസാനിപ്പിക്കാം. ആ ലാസ്റ്റ് വാക്യം വായിച്ച അവൻ എന്റെ കാൽ പേടമാൻ കാൽ പോലെയാക്കും. അവൻ എന്റെ കാൽ പേടമാൻ കാൽ. പേടമാൻ കാലിന്റെ പ്രത്യേകത പറഞ്ഞിട്ട് ഫാസ്റ്റായിട്ട് ഓടും. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങളെ പറയണം, മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വേഗതയുള്ള മൃഗം ഏതാ? റൈറ്റ്, ചീറ്റപ്പുലി. അപ്പൊ വേഗതയ്ക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു എങ്കിൽ മ്യൂസിക് എഴുതിയ സമയത്ത്, ആ പാട്ട് എഴുതിയ സമയത്ത് നമുക്ക് ഇങ്ങനെ പഠനം, അവനെന്റെ കാൽ ചീറ്റപ്പുലിയുടെ കാൽ പോലെയാക്കുന്നു. പക്ഷെ അങ്ങനല്ലല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പം വേഗതയൊക്കെ പ്രാധാന്യമുള്ളത് എന്തോ അവിടെ ഉണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ ചിത്രം നമ്മുടെ മനസ്സിലോട്ട് വരണം. ഒരു ചീറ്റപ്പുലി ഇരയെ പിടിക്കാൻ മാൻകുട്ടിയെ ഓടിക്കുന്ന, അല്ലെങ്കിൽ പേടമാനെ ഓടിക്കുന്ന ചിത്രം. ഒരു കൈ എത്താൻ അകലത്തിൽ ദൂരെ വിട്ടുകൊണ്ട് ഓടുക. രണ്ടും വേഗത്തിൽ മോശമല്ല, നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഈ പേടമാൻ ഒരു പ്രത്യേകത ഉണ്ട്. ഓടിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഉയരങ്ങളിലേക്ക് ഇത് ഓടാൻ തുടങ്ങും.
മനസ്സിലായോ? ഇത് സമതലങ്ങളിൽ ഓടാൻ താല്പര്യപ്പെടുന്നില്ല. ഇതിന്റെ ലക്ഷ്യം ഉയരങ്ങളിലേക്ക് കയറി പോകയാണ്. ഇതെങ്ങനെ മനസ്സിലായെന്ന് അറിയത്തില്ല. ഈ ചീറ്റപ്പുലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെ കാൽ കുഴയുന്ന കാലാണ്. നിലമൊക്കെ ക്ലിയർ ആണെങ്കിൽ ആള് ഭയങ്കര ഓട്ടമാണ്. നമ്മുടെ ചിലരുടെ അവസ്ഥ പോലെ എല്ലാ കാര്യവും റെഡിയായ പിന്നെ എന്നാ ആരാധനയൊക്കെ നല്ല സ്മൂത്താണ്, പ്രാർത്ഥനയൊക്കെ നല്ല സ്മൂത്താണ്, ഉപവാസമൊക്കെ ഓക്കെയാണ്, ദൈവപ്രവൃത്തിയൊക്കെ ശരിയാണ്. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ആയ അനുഗ്രഹമാണ്. അല്പം കഴിഞ്ഞ് ക്ഷീണിച്ചു പോകാനല്ല, എപ്പോഴും നീ ഓടിച്ചോണ്ടിരിക്കണം. വലിയ വേഗത ഇല്ലെങ്കിലും എപ്പോഴും ഓടാൻ കഴിയണം. അതാ എന്നെ കുറിച്ച് നിങ്ങളെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്.